കർത്താവ് അരുളി ചെയ്യുന്നു, ഐശ്വര്യം നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും, ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും. നിന്നെ അവൾ പാലൂട്ടുകയും എളിയിൽ എടുത്തുകൊണ്ട് നടക്കുകയും മടിയിൽ ഇരുത്തി ലാളിക്കുകയും ചെയ്യും. അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ അസ്ഥി പുല്ലുപോലെ തളിർക്കും. ചില മനുഷ്യർ ജീവിതത്തിലേക്ക് വരുന്നത് ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ നമ്മളെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയായിരിക്കും. അവർ അപരിചിതരായിരിക്കും. എന്നിട്ടും പഴയൊരു പാട്ടുപോലെ ഒരിക്കൽ അവരെ കേട്ടിരുന്നെന്ന പരിചയം നമുക്ക് തോന്നും. അവരുടെ അരികിലിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട ഒരാളുടെ കൂടെ ഇരിക്കുമ്പോഴെന്ന പോലെ ഹൃദയം സ്വസ്ഥത അനുഭവിക്കും. അപ്പോൾ ഉള്ളിലെ ഇരുട്ടിൽ ഒരു വിളക്ക് തെളിഞ്ഞതുപോലെ, നെഞ്ചിലെ ഭാരം പൊലിച്ചു പോയതുപോലെ, ഇനിയും ജീവിക്കണമെന്ന് കൊതിയുണരുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. രണ്ടപരിചിതർ പരസ്പരം വീടുകളായി മാറുന്നത് പോലെ മനോഹരമായ അതിശയം വേറെയുണ്ടാകുമോ? സ്തുതിയായിരിക്കട്ടെ. വിറകിൽ അഗ്നിയും പാലിൽ നെയ്യും കരിമ്പിൽ ശർക്കരയും എപ്രകാരം മറഞ്ഞിരിക്കുന്നുവോ, അപ്രകാരം മനുഷ്യ ശരീരത്തിൽ ദൈവീകമായ ആത്മാവ് മറഞ്ഞിരിക്കുന്നുണ്ട്. വിവേകമുള്ളവർ അത് തിരിച്ചറിഞ്ഞ് ജീവിക്കണം. പൂവിൽ സുഗന്ധവും എള്ളിൽ എണ്ണയും വിറകിൽ അഗ്നിയും പാലിൽ നെയ്യും കരിമ്പിൽ ശർക്കരയും എപ്രകാരം മറഞ്ഞിരിക്കുന്നുവോ, അപ്രകാരം മനുഷ്യ ശരീരത്തിൽ ദൈവീകമായ ആത്മാവ് മറഞ്ഞിരിക്കുന്നുണ്ട്. വിവേകമുള്ളവർ അത് തിരിച്ചറിഞ്ഞ് ജീവിക്കണം. പൂവിൽ സുഗന്ധവും ബിഷപ്പിൻ്റെ ഒരു ലെറ്റർ. ഡിയർ മിസ്സിസ് സോമന വർഗീസ്, ഈശോ സംസാരിക്കുന്നു എന്ന CD കാസറ്റ് കിട്ടിയിരുന്നു. എല്ലാം കേട്ട് ആസ്വദിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ലേറ്റ് ബ്രദർ EV മാണി സെമിനാരിയിൽ നിന്ന് ഞാൻ മൈനർ സെമിനാരിയിൽ ചേരുമ്പോൾ എൻ്റെ മുമ്പത്തെ ബാച്ചിൽ പഠിക്കുന്നുണ്ടായിരുന്നു. സെമിനാരിയിൽ ബ്രദർ പ്രീഫെക്റ്റ് എന്ന പ്രധാന ഉത്തരവാദിത്തം വഹിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം രോഗിയായതും മരിച്ചതും എല്ലാവരെയും ഏറെ ദുഃഖത്തിലാഴ്ത്തി. അദ്ദേഹത്തിൻ്റെ മധുര സ്മരണയ്ക്കായി പുസ്തകം ഇറക്കാമെന്ന് കരുതിയത് ഉചിതമായി. മിസ്സിസ് സോമന വർഗീസിൻ്റെ ബ്രദർ മാണിയുമായുള്ള അടുപ്പം എങ്ങനെയെന്ന് എനിക്ക് മുഴുവനും അറിഞ്ഞുകൂടാ. എന്ന് സ്നേഹത്തോടെ ജെയിംസ് പഴയാറ്റിൽ പിതാവ്. മരിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു CD കൊടുത്തിരുന്നു പിതാവിന്. അത് കിട്ടിയപ്പോൾ എനിക്ക് വന്ന ലെറ്ററാണ് ഈ ലെറ്റർ. കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരാ
ജ്ഞാനസ്നാനം. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനെ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. യോഹന്നാൻ 3:3. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒന്നാം ജനനം. അജ്ഞത കൊല്ലപ്പെട്ട് ജ്ഞാനത്തിൽ കുളിച്ച് വീണ്ടും ജനിക്കുമ്പോഴാണ് ദൈവരാജ്യം കാണാൻ പ്രാപ്തനാകുന്നത്. ദൈവിക ജ്ഞാനം ആർജിക്കലാണ് നമ്മുടെ പരമമായ ധർമ്മം. അവനവനെ അറിയുന്നതിലൂടെയാണ് ഈശ്വരനെ അറിയാൻ കഴിയുന്നത്. ഈശ്വരനെ അന്വേഷിക്കേണ്ടത് പുറത്തല്ല, അവനവന്റെ ഉള്ളിലാണ്. ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. മത്തായി 12:28. ഞാൻ എന്നത് കേവലം ഈ ശരീരമല്ല, ആത്മാവാണ് എന്ന തിരിച്ചറിവാണ് ആത്മജ്ഞാനം. ഈ അറിവിൽ കുളിക്കുമ്പോഴാണ് പുതിയ മനുഷ്യനായി മാറുന്നത്. അതാണ് വിശുദ്ധ സ്നാനം. അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ്. ജലത്താലും ആത്മാവിനാലും ജനിക്കാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനാവില്ല. യോഹന്നാൻ 3:5. അതായത് ബാഹ്യവും ആന്തരികവുമായ വിശുദ്ധി കൂടാതെ ആത്മാവിനാൽ അറിയുക സാധ്യമല്ല. ആത്മജ്ഞാനത്തിലൂടെ അജ്ഞതയെ കഴുകി ശുദ്ധീകരിക്കുമ്പോഴാണ് ജ്ഞാനസ്നാനം പൂർത്തീകരിക്കുന്നത്. മനുഷ്യപുത്രനിൽ നിന്ന് ദൈവപുത്രനിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ്. ജ്ഞാനസ്നാനം എന്നാൽ നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യത്തിന്റെ നിർമാർജനമല്ല. 1 പത്രോസ് 3:21. ജ്ഞാനം കൊണ്ട് മാത്രമേ പുതിയ മനുഷ്യനായി തീരുന്നുള്ളൂ. സമ്പൂർണ്ണ ജ്ഞാനമാണ് സൃഷ്ടാവിന്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. കൊളോസസ് 3:10. സ്വയം തിരിച്ചറിവിലൂടെ മനസ്സിനെ മനസാന്തരം സംഭവിക്കുമ്പോൾ പുതിയ മനുഷ്യനെ ധരിക്കുന്നു. സൃഷ്ടാവിന്റെ പ്രതിച്ഛായ പരമമായ സ്നേഹം തന്നെയാണ്. മനുഷ്യൻ തന്റെ അജ്ഞതയിൽ നിന്ന് രൂപം കൊണ്ട അഹംഭാവത്തിന് നേരെ മരിക്കുകയും ദിവ്യവും മുക്തിപ്രദവുമായ ആത്മബോധത്തിലേക്ക് ഉയർക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ജ്ഞാനസ്നാനം. യഥാ അഹം തഥാ ബന്ധനം, യഥാ ന അഹം തഥാ മോക്ഷം. അഹംഭാവം, ഞാൻ എന്റേത് എന്ന ഭാവം ബന്ധനം ഉണ്ടാക്കുന്നു. അഹങ്കാരവും അഭിമാനവും കൊഴിഞ്ഞു വീഴുമ്പോൾ പുതിയ മനുഷ്യനായി ജനിക്കുന്നു. എല്ലാ അസുരഭാവങ്ങളെയും കൊല ചെയ്ത് ദൈവികതയിലേക്കുള്ള ആത്മീയ ജന്മം, സ്പിരിച്വൽ ബർത്ത് സംഭവിക്കുന്നു. ഭാരതീയ പാരമ്പര്യം അനുസരിച്ച് 12 വയസ്സ് മുതൽ 12 വർഷം ഗുരുവിനോടൊത്ത് ഗുരുകുലങ്ങളിൽ താമസിച്ച് ബ്രഹ്മവിദ്യ നേടി ഗൃഹസ്ഥാശ്രമ ജീവിതത്തിന് യോഗ്യത നേടുന്നു. ബ്രഹ്മമാർഗത്തിൽ, സത്യമാർഗത്തിൽ ചരിക്കാൻ അവർ പ്രാപ്തരാകുന്നു. യേശുവിന്റെ അനുയായികളെ നിർദാക്ഷിണ്യം കൊന്നൊടുക്കാൻ വെമ്പൽ കൊണ്ട് നടന്ന സാവൂൾ ദൈവിക ഇടപെടലിലൂടെ അജ്ഞതയുടെ ചെതമ്പലുകൾ അടർന്നു വീണ് ജ്ഞാനിയായ ധീരനായ പൗലോസായി വീണ്ടും ജനിക്കുന്നു. രത്നാകരൻ എന്ന കാട്ടുകള്ളനാണ് ജ്ഞാനലബ്ധിയിലൂടെ വാൽമീകി മഹർഷിയായി പുനർജനിക്കുന്നത്. നരേന്ദ്രൻ എന്ന യുവാവാണ് രാമകൃഷ്ണദേവനിൽ നിന്നും ബ്രഹ്മജ്ഞാനം നേടി വിവേകാനന്ദൻ ആയിത്തീരുന്നത്. പ്രമുഖ വസ്ത്രവ്യാപാരിയുടെ പുത്രനായ ഫ്രാൻസിസ് തനിക്കുണ്ടായ ദിവ്യദർശനത്താൽ സകല ബാഹ്യ സുഖ സൗകര്യങ്ങളും ത്യജിച്ച് ഫ്രാൻസിസ് അസീസിയായി വീണ്ടും ജനിച്ചു. യേശു സാന്നിധ്യത്തിലൂടെ ചുങ്കക്കാരനായ സക്കേവൂസ് മരിച്ച് പുതിയ സക്കേവസ് ആയി ജനിക്കുന്നു. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. 2 കൊറിന്തോസ് 5:17. സിദ്ധാർത്ഥ ഗൗതമൻ എന്ന രാജകുമാരൻ ഒരു ബോധി വൃക്ഷച്ചുവട്ടിലിരുന്ന് തപസ് ചെയ്ത് ബ്രഹ്മജ്ഞാനം സമ്പാദിച്ച് ശ്രീബുദ്ധനായി. താൻ തന്നെയാണ് സത്യമെന്ന് അദ്ദേഹം കണ്ടെത്തി. ഒരു സ്ത്രീ കുഞ്ഞിനെ ജന്മം നൽകുന്നതോടെ അവളിലെ സ്ത്രീ എന്ന ഭാവത്തെ ത്യജിച്ച് മാതൃത്വം, അമ്മ എന്ന മഹനീയ ഭാവത്തെ കൈവരിക്കുന്നത് പോലെ ആത്മജ്ഞാന ലബ്ധിയോടെ ഒരു പുതിയ മഹനീയ ഭാവത്തെ കൈവരിക്കുന്നു. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും, മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ഉള്ള പുനർജനനമാണ് ജ്ഞാനസ്നാനം. അരമണിക്കൂർ നീണ്ട ഒരു അനുഷ്ഠാനം കൊണ്ട് കിട്ടുന്നതല്ല ജ്ഞാനസ്നാനം എന്നത് ഒരു തുടർ പ്രക്രിയയാണ്. അറിവ് കൊണ്ട് നേടേണ്ടതാണ്. മനുഷ്യന്റെ മഹത്വം.
ലക്ഷക്കണക്കായ ബീജാണുക്കളിൽ ഒന്ന് മാത്രം മറ്റുള്ളവയെ പിന്തള്ളി അമ്മയുടെ ഗർഭപാത്രത്തിലെ അണ്ഡത്തിൽ എത്തുന്നതിൽ വിജയം വരിച്ചു. ആ സുരക്ഷിത ജലാശയത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ഈ ചൈതന്യം ഘനീഭവിച്ച് 10 മാസം കൊണ്ട് അമ്മയുടെ രക്തത്താൽ പുഷ്ടി പ്രാപിച്ച് പുറത്തു വന്നു. എല്ലാവർക്കും ജീവിത കവാടം ഒന്ന് തന്നെ. യോഗ്യതയില്ലാത്ത ഒരുവനും മനുഷ്യനായി ജനിച്ചിട്ടില്ല, ജനിക്കുകയുമില്ല. മനുഷ്യന് മൂല്യം നൽകുന്നത് അവനിലെ ദൈവ സാന്നിധ്യമാണ്. ഓരോ മനുഷ്യനും ഈശ്വരാലയമാണ്. മനുഷ്യ ശരീരത്തിലെ ജീവൻ അവനിലെ ഈശ്വര ചൈതന്യത്തിന്റെ ആവിഷ്കാരമാണ്. ലൈഫ് ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ആത്മ ഇൻ ദ ബോഡി. ഈശ്വരന്റെ വാസസ്ഥലമാണ് നമ്മുടെ ശരീരം എന്ന് ബൈബിളും ഭഗവത്ഗീതയും ഉപനിഷത്തുക്കളും വ്യക്തമാക്കുന്നുണ്ട്. അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപമാണ് ഓരോ മനുഷ്യനും. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെ. 1 കൊറിന്തോസ് 3:16-18. തന്റെ ആത്മാവും സർവഭൂതാത്മാവും ഒന്നെന്ന് അറിയുന്ന യോഗി ഏതൊരു ജീവിയുടെ സുഖദുഃഖങ്ങളെയും തന്റേതായിട്ടേ കരുതുന്നുള്ളൂ. ഗീത 6:32. എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് ഒരേ ഈശ്വര ചൈതന്യമാണ്. ഏത് ഉന്നതനായ ദിവ്യപുരുഷന്റെയും ഏത് ദുർനടപ്പുകാരന്റെയും ഏത് കൊലപാതകിയുടെയും ഏത് വ്യഭിചാരിയുടെയും ഉള്ളിലെ ചൈതന്യത്തിന് ഒരു വ്യത്യാസവുമില്ല. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. 1 കൊറിന്തോസ് 12:4. ശരീരം പലതെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. സൂര്യന്റെ പ്രകാശം ഏത് മലിനജലത്തിൽ പതിച്ചാലും ശുദ്ധജലത്തിൽ പതിച്ചാലും സൂര്യപ്രകാശത്തിന് ഒരു വ്യത്യാസവുമില്ല. ഒരു മനുഷ്യനെയും ഹീനജാതിക്കാരനെന്നോ അശുദ്ധനെന്നോ വിളിക്കരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അപ്പോസ്തല പ്രവർത്തകൻ 10:28. മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ദുഃഖ ദുരിതങ്ങളെ ആർക്കും അളക്കുവാൻ കഴിയില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അല്പനേരത്തെങ്കിലും തങ്ങളുടെ ദുഃഖങ്ങളെ മറക്കാൻ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മറ്റു ദുഷ്കർമ്മങ്ങളുടെയും തുണ തേടുന്ന സാധുക്കളോട് ദയ തോന്നാനേ പാടുള്ളൂ. അവനിലെ അജ്ഞതയാണ് തെറ്റായ മാർഗത്തിലൂടെ അവനെ നയിക്കുന്നത്. അവന്റെ ദുഷ്പ്രവൃത്തികളെ നമുക്ക് വെറുക്കാം, എന്നാൽ ഓരോരുത്തരിലും അവനെ വെറുക്കാൻ പാടില്ല. അവനെ അജ്ഞതയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. അവന്റെ ചിന്തകളെ നിയന്ത്രിക്കാനും അവനിൽ എപ്പോഴും പ്രശോഭിച്ചു കൊണ്ടിരിക്കുന്ന ഈശ്വര ചൈതന്യത്തിലേക്ക് ക്രമേണ മനസ്സിനെ തിരിച്ചുവിട്ട് അതിൽ ലയിക്കാനുള്ള അറിവ് കൊടുത്താൽ അവൻ നേർവഴിക്ക് വരും. സുഖം തേടി എല്ലാവരും പുറത്തേക്കാണ് സഞ്ചരിക്കുന്നത്, എന്നാൽ അവനവന്റെ ഉള്ളിൽ തന്നെയാണ് പരമാനന്ദം കണ്ടെത്തേണ്ടത്. നമുക്ക് ജയിലുകളല്ല ആവശ്യം. അജ്ഞത നീക്കി അവനവനിലെ ഈശ്വര ചൈതന്യത്തെ കണ്ടെത്താൻ സഹായിക്കുന്ന കൗൺസിലിംഗ് കേന്ദ്രങ്ങളാണ്. കുറ്റവാളികളെ ബന്ധുക്കളായി പരിഗണിക്കുകയും അതവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്ന ശ്രമകരമായ പ്രയത്നം തുടരുക തന്നെ വേണം, അവരെ മാറ്റിയെടുക്കാൻ. ഗാന്ധിജി: യേശു തന്റെ മുഖത്ത് തുപ്പിയവരെയോ തന്നെ ക്രൂശിച്ചവരെയോ വെറുത്തില്ല. അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയാഞ്ഞതിനാൽ അവരോട് പൊറുക്കണമേ എന്ന് തന്നിലെ പരമപിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അറിവില്ലായ്മ കുറ്റകരമല്ല. മനുഷ്യൻ ഒരു ശക്തി കേന്ദ്രമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. 1 യോഹന്നാൻ 4:4. നമ്മിലെ സത്തയായ ദിവ്യഭാവത്തെ കണ്ടെത്താനും അതുമായി തന്മയത്വം പ്രാപിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമം തുടരാം. ഞാൻ ലോകത്തിന്റെ പ്രകാശമായിരിക്കുന്നത് പോലെ നിങ്ങളും ലോകത്തിന്റെ പ്രകാശമാണ്. യോഹന്നാൻ 8:32, 9:5. മത്തായി 5:14. ഞാനാകുന്ന തായ്തണ്ടിലെ ശാഖകളാണ് നിങ്ങൾ. യോഹന്നാൻ 15:5. നിങ്ങൾ എല്ലാവരും പ്രകാശത്തിന്റെയും പകലിന്റെയും പുത്രന്മാരാണ്. നമ്മിൽ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിന്റെയോ മക്കളല്ല. 1 തെസ്സലോനിക്ക 5:5. ഈശ്വര സാക്ഷാത്കാരം നേടാനുള്ള സർവ്വ സാധ്യതയും ഓരോരുത്തരിലും അന്തർലീനമാണ്. ദിവ്യമായ അഗ്നിയിലെ നാളങ്ങൾ പോലെയാണ് നാം. വി ആർ വിത്തിൻ ദ ഡിവൈൻ. ദൈവം അഗ്നിയെങ്കിൽ നാം നാളങ്ങൾ. യോഹന്നാൻ
ദൈവം നമുക്ക് പുറത്തല്ല, മുമ്പിലല്ല, മുകളിലല്ല, മറിച്ച് നാം ദിവ്യതയ്ക്കകത്താണ്. ആത്മബോധത്തിന്റെ ആഴങ്ങളിലേക്ക് ഉണരുമ്പോൾ ഞാൻ പരമാർത്ഥത്തിൽ ദൈവീകമാണ് എന്ന അവബോധത്തിലേക്ക് രൂപാന്തരപ്പെടും. നാം ആരും ദുർബലരായ മനുഷ്യരല്ല, അനന്തവും പൂർണവുമായ ഈശ്വര ശക്തി നിറഞ്ഞവരാണ്. അമൃതസ്യ പുത്ര ഉപനിഷത്ത്. അത്ഭുതങ്ങൾ. അതിരാവിലെ പള്ളിയിൽ പോയ അമ്മച്ചിക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അമ്മച്ചിയുടെ കൈപിടിച്ച് പള്ളിയിൽ വരെ കൂടെ നടന്നു. ഈ വിവരം നാട്ടിൽ വലിയ വാർത്തയായി. അമ്മച്ചിയുടെ വീട്ടിലേക്ക് ഭക്തജനപ്രവാഹം. മാധ്യമങ്ങളിൽ വാർത്ത വന്നതോടെ ജനത്തിരക്ക് നിയന്ത്രണാതീതമായി. വീണ്ടും ഇടയ്ക്കിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. ഒരു ദിവസം മാതാവ് അമ്മച്ചിയോട് പറഞ്ഞു, എന്റെ നാമത്തിൽ ഇവിടെ ഒരു പള്ളി പണിയണം. വികാരിയച്ഛനും ധാരാളം വൈദികരും സന്യസ്തരും സഭാപിതാക്കന്മാരും സ്ഥലം സന്ദർശിച്ച് ദിവ്യബലിയും ആരാധനയും നൊവേനയും ജപമാലയും മുടങ്ങാതെ നടന്നുകൊണ്ടിരുന്നു. സമീപത്തെല്ലാം ധാരാളം കച്ചവട സ്ഥാപനങ്ങളും മുളച്ചു വന്നു. ദേവാലയ നിർമ്മാണ ഫണ്ട് അതിവേഗം പ്രതീക്ഷകൾക്കതീതമായി വളർന്നു. അവിടെ ചെല്ലുന്നവർക്കെല്ലാം ധാരാളം വരദാനങ്ങൾ, അത്ഭുത രോഗശാന്തികൾ, സാക്ഷ്യം പറയാനായി വൻ തിരക്ക്. താമസിയാതെ ആ സ്ഥലം പേരുകേട്ട തീർത്ഥാടക കേന്ദ്രമായി തീർന്നു. അതാ അവിടെ ഒരു പെൺകുട്ടിയുടെ കയ്യിലെ കൊന്തയ്ക്ക് നല്ല സുഗന്ധം. ആ വീടും പരിസരവും നിറയെ സുഗന്ധം. വിവരം നാട്ടിലെങ്ങും പടർന്നു. വൻ ജനക്കൂട്ടം അങ്ങോട്ടും ഒഴുകി. പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്ന കൊന്തകൾക്കെല്ലാം സുഗന്ധം. വിശുദ്ധ കുർബാന സ്വീകരിച്ച ഒരു സ്ത്രീയുടെ നാവിൽ രക്തം. എപ്പോൾ സ്വീകരിച്ചാലും അങ്ങനെ തന്നെ. അവൾ പറയുന്നതൊക്കെ നടക്കും. ജനങ്ങൾ ഓടിക്കൂടുന്നു. വീടും പരിസരവും എപ്പോഴും ജനക്കൂട്ടം. ഒരു സന്യാസിനിക്ക് ഇടയ്ക്കിടെ ഈശോ പ്രത്യക്ഷപ്പെട്ട് സംസാരിക്കുന്നു. ചോദിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ നൽകുന്നു. മരിച്ചുപോയവർ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞു കൊടുക്കും. ധാരാളം ഭക്തജനങ്ങൾ അവരെ സമീപിക്കുന്നു. ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്നു. ഒരു പള്ളിയിലെ തിരുവോസ്തിയിൽ രക്തം. വാർത്ത പരന്നു. വലിയ ഭക്തജന തിരക്ക്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ധാരാളം തീർത്ഥാടകർ. ജനത്തിരക്ക് ഉൾക്കൊള്ളാൻ പള്ളിയിൽ ഇടം പോരാ. പുതിയ വലിയൊരു ദേവാലയ നിർമ്മാണത്തിനുള്ള തയ്യാറെടുപ്പും ധനശേഖരണവും ഊർജിതമായി നടക്കുന്നു. ഒരു ദീർഘയാത്രക്കിടെ വലിയ റോഡ് ബ്ലോക്ക്. വാഹനങ്ങൾ മുമ്പോട്ടോ പിറകോട്ടോ പോകുന്നില്ല. ഇറങ്ങി അന്വേഷിച്ചപ്പോൾ അടുത്ത പള്ളിയിലെ മാതാവിന്റെ പടത്തിൽ നിന്ന് കണ്ണീര് വരുന്നു. പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു. ഈ ഉള്ളവന്റെ അയോഗ്യത കൊണ്ടോ കണ്ണിന്റെ കഴിവുകേട് കൊണ്ടോ കണ്ണീര് വ്യക്തമായില്ല. അതാ വേറൊരു പള്ളിയിലെ ക്രൂശിത രൂപത്തിൽ മുൾമുടിയിൽ നിന്ന് രക്തം പൊടിക്കുന്നു. നമ്മുടെ പല വചനപ്രഘോഷണ വേദികളിലും അത്ഭുത രോഗശാന്തി ശുശ്രൂഷ വേദികളിലും ചില വിശുദ്ധരുടെ നൊവേനകളിലും സർവത്ര അത്ഭുതങ്ങളും സാക്ഷ്യപ്പെടുത്തലുകളും സർവ്വസാധാരണമാണ്. ഇങ്ങനെ ധാരാളം അത്ഭുതങ്ങൾ കൊണ്ടും ദൈവിക ഇടപെടലുകൾ കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട നാടാണ് നമ്മുടേത്. ഒന്നിനെയും നിഷേധിക്കുന്നില്ല. എല്ലാം നല്ലതിനാകട്ടെ. വെള്ളപ്പൊക്കത്തിൽ സർവത്ര ജലം നിറഞ്ഞിരിക്കുമ്പോൾ അതിനുള്ളിൽ പെട്ടുപോകുന്ന പൊട്ടക്കിണറുകളും ചെറുകുളങ്ങളും കലം, ചട്ടി, ചിരട്ട മുതലായവയിലെ ജലവും നിഷ്പ്രഭമായി പോകുന്നില്ലേ? സർവ്വവ്യാപകവും ചൈതന്യവത്തുമായ ഈശ്വര സാന്നിധ്യമാകുന്ന സാഗരം സർവത്ര നിറഞ്ഞു നിൽക്കുമ്പോൾ അതിൽപ്പെട്ടിരിക്കുന്ന കൊച്ചുകുഴികളിലെ ജലത്തിന്റെ പിറകെ ഓടണമോ? സൂര്യപ്രഭ അതിന്റെ തനിമയിൽ വന്നെത്തിക്കഴിയുമ്പോൾ ചന്ദ്രന്റെ പ്രഭയ്ക്കോ മെഴുകുതിരി വെളിച്ചത്തിനോ മിന്നാമിനുങ്ങിന്റെ വെളിച്ചത്തിനോ പ്രസക്തിയുണ്ടോ? കർത്താവിന്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു. ജ്ഞാനം 1:7. അത് ആകാശം പോലെ എങ്ങും നിറഞ്ഞിരിക്കുന്നു. അത് ഇല്ലാത്ത ഒരിടവും ഈ പ്രപഞ്ചത്തിൽ ഇല്ല. എല്ലാം ഈശ്വരമയമാണ്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതിൽ ഉൾച്ചേർന്നിരിക്കുക. അതാ അവിടെ, ഇതാ ഇവിടെ എന്ന് കേട്ട് അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പിറകെ ഓടരുത് എന്ന് യേശു തന്റെ ശിഷ്യർക്ക് മുന്നറിയിപ്പ് നൽകി. ഈ മലയിലോ ആ മലയിലോ മാത്രം ഒതുങ്ങുന്നവനല്ല നമ്മുടെ തമ്പുരാൻ. യോഹന്നാൻ 4:21. ആ തമ്പുരാൻ നിന്റെ ഉള്ളിലാണ്, നിന്റെ ആത്മാവാണ് ആ തമ്പുരാൻ. മത്തായി 12:28, ലൂക്ക 17:21, യോഹന്നാൻ 4:23. ഞാൻ എന്നും എന്റേത് എന്നുമുള്ള എല്ലാ ഒട്ടിപ്പിടുത്തങ്ങളും ഇന്ദ്രിയങ്ങളാകുന്ന
കതകുകളും അടച്ച് മനസ്സിൽ ഉള്ളിലെ തമ്പുരാനിൽ ശ്രദ്ധ നിക്ഷേപിക്കുക. മത്തായി 6:6. നിന്റെ എല്ലാ രഹസ്യങ്ങളും ആ പിതാവിനറിയാം. അലറി വിളിച്ച് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. മത്തായി 6:7. ഉള്ളിലെ ഈ നിഗൂഢ സാന്നിധ്യത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ അനുസൃതം ഒഴുകട്ടെ. അതൊരു സ്നേഹസാഗരമായി സഹജീവികളിലും ഈ പ്രപഞ്ചം മുഴുവനിലും നിറയട്ടെ. ആ ആനന്ദ സാഗരത്തിൽ പൊട്ടക്കിണറുകൾക്കും നിസാര കുഴികളിലെ ജലത്തിനും പ്രസക്തിയുണ്ടോ? എല്ലാം അതുമാത്രം. ഒരു തവളയെ നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇടുകയാണ്. അത് ഉടൻ തന്നെ ചാടി രക്ഷപ്പെടുന്നതായി കാണാം. തന്റെ പ്രാണൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കി അത് യഥാസമയം ചാടി മാറുന്നു. എന്നാൽ ഇതേ തവളയെ നമ്മൾ ഇളം ചൂടുവെള്ളത്തിലിടുകയാണ്. അത് സുഖകരമായ അവസ്ഥയിൽ അവിടെ വിശ്രമിക്കുന്നതായി കാണാം. പതിയെ പതിയെ നമ്മൾ തീ കൂട്ടിക്കൊടുക്കുന്നു. വെള്ളത്തിന്റെ ചൂട് കൂടി വരുന്നത് അറിയാതെ തവള അവിടെ തന്നെ തുടരുകയാണ്. ഒടുവിൽ തന്റെ ശരീരത്തിന്റെ താപനില ക്രമീകരിക്കാനാവാതെ അത് വെന്തു മരിക്കുന്നു. ചാടാനുള്ള കഴിവ് നഷ്ടപ്പെട്ടതുകൊണ്ടല്ല തവള വെന്തു മരിച്ചത്. പകരം ചൂട് കൂടി വരുന്നത് യഥാസമയം തിരിച്ചറിയാതെ പോയതുകൊണ്ടാണ്. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. അപകടാവസ്ഥകൾ എല്ലാം ഒരുമിച്ച് വരണമെന്നില്ല. എന്നാൽ പതിയെ പതിയെ അവ തീർച്ചയായും വരും. ഒരു മോശം വിവാഹബന്ധം, വിനാശകരമായ ഒരു തൊഴിൽ, ഭീതിജനകമായ ജീവിതാവസ്ഥകൾ, ഇതെല്ലാം പതിയെ പതിയെ നമ്മെ ഇല്ലാതാക്കും. അതുകൊണ്ട് നമുക്ക് സ്വയം ചോദിക്കാം, എന്ത് തരം പാത്രത്തിലാണ് നാം ഇരിക്കുന്നത്? ആവശ്യമെങ്കിൽ ചാടി രക്ഷപ്പെടാം. ഒരു തവളയെ നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇടുകയാണ്. അത് ഉടൻ തന്നെ ചാടി രക്ഷപ്പെടുന്നതായി കാണാം. തന്റെ പ്രാണൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കി അത് യഥാസമയം ചാടി മാറുന്നു. എന്നാൽ ഇതേ തവളയെ നമ്മൾ ഇളം ചൂടുവെള്ളത്തിലിടുകയാണ്. അത് സുഖകരമായ അവസ്ഥയിൽ അവിടെ വിശ്രമിക്കുന്നതായി കാണാം. പതിയെ പതിയെ നമ്മൾ തീ കൂട്ടിക്കൊടുക്കുന്നു. വെള്ളത്തിന്റെ ചൂട് കൂടി വരുന്നത് അറിയാതെ തവള അവിടെ തന്നെ തുടരുകയാണ്. ഒടുവിൽ തന്റെ ശരീരത്തിന്റെ താപനില ക്രമീകരിക്കാനാവാതെ അത് വെന്തു മരിക്കുന്നു. ചാടാനുള്ള കഴിവ് നഷ്ടപ്പെട്ടതുകൊണ്ടല്ല തവള വെന്തു മരിച്ചത്. പകരം ചൂട് കൂടി വരുന്നത് യഥാസമയം തിരിച്ചറിയാതെ പോയതുകൊണ്ടാണ്. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. അപകടാവസ്ഥകൾ എല്ലാം ഒരുമിച്ച് വരണമെന്നില്ല. എന്നാൽ പതിയെ പതിയെ അവ തീർച്ചയായും വരും. ഒരു മോശം വിവാഹബന്ധം, വിനാശകരമായ ഒരു തൊഴിൽ, ഭീതിജനകമായ ജീവിതാവസ്ഥകൾ, ഇതെല്ലാം പതിയെ പതിയെ നമ്മെ ഇല്ലാതാക്കും. അതുകൊണ്ട് നമുക്ക് സ്വയം ചോദിക്കാം, എന്ത് തരം പാത്രത്തിലാണ് നാം ഇരിക്കുന്നത്? ആവശ്യമെങ്കിൽ ചാടി രക്ഷപ്പെടാം. ഒരു തവളയെ നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇടുകയാണ്. അത് ഉടൻ തന്നെ ചാടി രക്ഷപ്പെടുന്നത്.
കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാനുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. ഇസ്രായേലേ ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. ഇസ്രായേലേ ഉണരുക നിങ്ങൾ, വചനം കേൾക്കാൻ ഹൃദയമൊരുക്കൂ. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാൽ എല്ലാം കതിരായിടും. വഴിയിൽ വീണാലോ വചനം ഫലമേകില്ല, വയലിൽ വീണാൽ എല്ലാം കതിരായിടും. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വയലേലകളിൽ കതിരുകളായി വിളകൊയ്യാനായി അണിചേർന്നിടാം. വയലേലകളിൽ കതിരുകളായി വിളകൊയ്യാനായി അണിചേർന്നിടാം. കാതുണ്ടായിട്ടും എന്റെ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. കാതുണ്ടായിട്ടും എന്തേ കേൾക്കുന്നില്ല, മിഴികൾ സത്യം എന്തേ കാണുന്നില്ല. ആകാശം മാറും, ഭൂതലവും മാറും, ആദി മുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മായാതുള്ളത് തിരുവചനം മാത്രം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. തിരിച്ചറിവ് നൽകുന്ന ചില സന്ദേശങ്ങൾ. ഒന്ന്, ജീവിതയാത്ര നാം പ്രതീക്ഷിക്കുന്നത് പോലെ അത്ര സുന്ദരമാകണമെന്നില്ല. അതിനിടയിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ദുഃഖങ്ങളും നിരാശകളും ഒക്കെ വന്നുവിട്ടേക്കാം. അവയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് വേണ്ട ഏക ഗുണമാണ് പ്രതീക്ഷ. പ്രതീക്ഷയോടെ മുന്നോട്ട് പോയാൽ മാത്രമേ പ്രകാശം നിറഞ്ഞ വിജയത്തിന്റെ മഹാസമുദ്രത്തിൽ നമുക്ക് എത്തിപ്പെടാൻ കഴിയും. ഓർക്കുക, ഒരു നദിയും തടസ്സമായിരുന്ന കല്ലിൽ തട്ടിയത് കൊണ്ട് ഒഴുക്ക് നിർത്തി
നിരാശയിലും പ്രത്യാശയുടെ ഒരു നിറം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് തിരിച്ചറിയുമ്പോഴാണ് ജീവിതത്തിന്റെ ദിശയും ഗതിയും മാറിപ്പോകുന്നത്. ഒന്നിനോട് നമ്മൾ അമിതമായി പറ്റിച്ചേരരുത്, അത് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഒന്നിനെയും അമിതമായി സ്നേഹിക്കരുത്, അത് നിങ്ങൾ ദുഃഖത്തിലാഴ്ത്തും. ഒന്നിനെ കുറിച്ചും അമിതമായി ആലോചിക്കരുത്, അത് നിങ്ങളുടെ മനസ്സമാധാനം കെടുത്തും. ഒന്നിനു വേണ്ടിയും നിങ്ങൾ അമിതമായി യാചിക്കരുത്, അപമാനപ്പെടും. ക്ഷമ കരുത്താണ്, ഒരിക്കലും കഴിവുകേടല്ല. ഏതൊരു കാര്യത്തെയും ക്ഷമയോടെ നേരിടുക, എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ടാവും. നന്ദി, നമസ്കാരം. കടപ്പാട് അനിൽകുമാർ കടപ്പാട്. ഒരു ദിവസം മകൻ പ്രായമുള്ളപ്പനെയും കൊണ്ട് ഓൾഡ് ഏജ് ഹോമിൽ വന്നിരിക്കാൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ